ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വി എഫ് എക്സ് സ്റ്റുഡിയോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന അൺറിയൽ എഞ്ചിൻ്റെ പാർട്ട് 2 ആണ്. ഈ ഒരു വാട്ടർ കണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഈ ഒരു ഒറിജിനാലിറ്റി കണ്ടോ, ഇവിടെയൊക്കെ കറക്റ്റ് ഉള്ളിലൊക്കെ താഴേക്ക് നല്ല തെളിഞ്ഞ് കാണുന്ന പോലെ, അത് കുറച്ചൊരു കലക്കൊക്കെ ഉള്ള പോലത്തെ ഒരു വാട്ടറാണ്. അതിൻ്റെ കണ്ടോ ഫ്ലോ ഒക്കെ വേവ്സ് ഒക്കെ കറക്റ്റായിട്ട് കാണുന്ന രീതിയിൽ എങ്ങനെ ഒരു വാട്ടർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇത് ചെയ്ത ശേഷം നമ്മളിതിൽ കുറച്ച് വെജിറ്റേഷൻസ് ഒക്കെ ആഡ് ചെയ്യും, അത് നമ്മൾ കാണിക്കും. തൽക്കാലം നമ്മളിന്ന് ഇത്രയാണ് ചെയ്യുന്നവർ കുളത്തിൻ്റെ അകത്ത് ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് അത് ഡയറക്റ്റ് ചെയ്യുക. ഈ ഒരു എഡിറ്റിംഗ് ഡെസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അൺറിയൽ എന്ന് പറഞ്ഞൊരു വേർഷൻ ഉണ്ട്, അതിൽ മലയാളം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മളിവിടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ 1, 2, 3 ഓർഡറിൽ 1 by 1 ആയിട്ട് ഇടും. അപ്പോൾ നിങ്ങൾക്ക് ഓർഡറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വി എഫ് എക്സ് സ്റ്റുഡിയോ. അപ്പോൾ നമ്മൾ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അതിന് നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞാൽ, ന്യൂ ലെവൽ കമാൻഡ് വിൻഡോസിലാണ് കൺട്രോൾ. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, ഞാൻ ഓപ്ഷൻ എന്ന് പറയുന്ന കീ ഒക്കെ വിൻഡോസിൽ ആൾട്ട് ആയിരിക്കും, അതുപോലെ കമാൻഡ് എന്ന് പറയുന്നതൊക്കെ വിൻഡോസിൽ കൺട്രോൾ ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ തന്നെ കമാൻഡ് N അടിച്ചിട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാണ്, എം ടി ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. എം ടി ലെയർ ക്രിയേറ്റ് ചെയ്ത് അത് സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്ക്രീനാണ് നമുക്ക് കിട്ടുക, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യുക, വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ എൻവിയോൺമെൻറ്റ് ലൈറ്റ് മിക്സർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അതിൽ നമ്മൾ സ്കൈ ലൈറ്റ് ഇതുപോലെ കാണുന്ന എല്ലാ ഓപ്ഷനും എനേബിൾ ചെയ്യാം. എന്നിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ വോളിയോമെട്രിക് ഫോഗ് കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. ഓക്കെ അല്ലേ. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സ്കൈയും ഒരു വേൾഡ് കിട്ടും. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ഇതിനെ പറ്റിയൊക്കെ. ഓക്കെ അല്ലേ. ഇനി ഈ വേൾഡിലേക്ക് നമുക്കൊരു ഒരു ഭൂമി വേണം അല്ലേ. അപ്പോൾ എന്തെങ്കിലും ലാൻഡ്സ്കേപ്പ് വേണം. അതിന് ഈ സെലക്ഷൻ മോഡിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞ മോഡ് കിട്ടും. അതായത് Shift 2 അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡിലേക്ക് വരും. ഓക്കെ അല്ലേ. ഈ മോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നെറ്റ് പോലൊരു സംഭവം കിട്ടും. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്, എന്നാലും പുതിയൊരു വീഡിയോ തുടങ്ങുക, അതുകൊണ്ട് പറയാണ്. ഓക്കെ, ഇതിൽ നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ഇവിടേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്ലെയിൻ ഉണ്ടാക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ എവിടെ നിന്ന് എടുക്കാം, കൺട്രോൾ സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ അപ്പിയർ ആവും. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ആഡ് ക്വിക്സൽ കണ്ടൻറ്റ് ഉണ്ടാവും. ആഡ് ക്വിക്സൽ കണ്ടൻറ്റ് ഓൺ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സർഫേസ് ആണ് വേണ്ടത് നിലത്തിടാൻ വേണ്ടിയില്ല അല്ലേ. സർഫേസ് ക്ലിക്ക് ചെയ്യാം. സർഫേസ് തന്നെ ഒരുപാട് സർഫേസുകൾ നമുക്ക് കിട്ടും, പുല്ലുകൾ കൂടുതലുള്ളതും പുല്ലുകൾ കുറവുള്ളതും ഒക്കെ ആയിട്ടുള്ള. നമുക്കൊരു മണ്ണിൻ്റെ സർഫേസ് നോക്കാം. ഓക്കെ, 1-2 സർഫേസുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം അല്ലേ. നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായി കാര്യങ്ങൾ. കുറച്ചുകൂടെ പുല്ലുള്ളൊരു സർഫേസ്. പിന്നെ നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സർഫേസുകളുണ്ട് കേട്ടോ. നമ്മൾ നോക്കി അങ്ങോട്ട് പൂതിയിടാൻ നല്ലാതെ തീരൂല, ഒക്കെ ഫ്രീ ആണ്, ഫ്രീ അസറ്റ്സ് ആണ്. ഇതൊക്കെ ഉണ്ടോ, കുറച്ചുകൂടെ ഒരു പുല്ലും പാറയൊക്കെ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, പുല്ല് മാത്രമുള്ളൊരു മെറ്റീരിയലാണ്. എല്ലാത്തിനും ഡൗൺലോഡ് ചെയ്യാം. അത് നമുക്ക് ഓരോന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം, അത് നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. നിങ്ങൾക്കറിയാമല്ലോ 3D മോഡലിംഗ് നമ്മൾ ഏത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നിൽ മാത്രം നോക്കരുത്. നമ്മൾ ഒരുപാട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അവസാനം ഏറ്റവും നല്ലതായിട്ട് നമുക്ക് തോന്നുന്നൊരു ഔട്ട്പുട്ട്, അതൊരു പക്ഷേ നമുക്ക് നല്ലതായിരിക്കും, എനിക്ക് നല്ലതായിരിക്കും, നിങ്ങൾക്ക് നന്നാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നു, എനിക്ക് നന്നാവില്ല. അതൊക്കെ മനുഷ്യൻ്റെ ഒരു എന്താ പറയുക ഇഷ്ടങ്ങളാണ്. എന്നാലും മാക്സിമം ഒരു കോമൺ മാന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ നന്നാക്കിയിട്ട് എടുക്കുക. ഓക്കെ അല്ലേ. തൽക്കാലം നമ്മൾ ഇത്രയും ഒക്കെ ഡൗൺലോഡ് ചെയ്തു. ഈ ഡൗൺലോഡ് ചെയ്ത സംഭവങ്ങളൊക്കെ താഴെ ലോക്കൽ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് വരും. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ആരോ മാർക്കായിരുന്നു, ചില സമയത്ത് പ്ലസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആരോ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അൺറിയൽ എഞ്ചിനിലേക്ക് ഇത് വരും. ആരോ മാർക്ക് കൊടുക്കുക അല്ലേ. ഇത് എവിടേക്ക് കണ്ടോ എവിടേക്കാണ് വന്നതെന്ന് അറിയോ, മെഗാസ്കാൻ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. കണ്ടോ. ഞാനിതിന്ന് തന്നെ ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു 2-3 എണ്ണം ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അത്രയും സംഭവങ്ങൾ ഞാനിപ്പോൾ തൽക്കാലം ആഡ് ചെയ്തു. എന്നിട്ട് ഈ ക്വിക്സൽ ബ്രിഡ്ജിനൊന്ന് ഒഴിവാക്കണം, നമുക്കിനി വേണ്ടപ്പോൾ എടുക്കാം അല്ലേ. ഈ മെഗാസ്കാൻ്റെ അകത്ത് ആസറ്റ്സ് സർഫേസ് ഉണ്ട്. ആസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത 3D മോഡലുകളാണ്. അപ്പം നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഓരോ ഫോൾഡർ ഓപ്പൺ ആക്കി നോക്കാം. നമ്മൾ ഏതായിരുന്നു എന്ന് പേര് നോക്കി വെച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് എളുപ്പമായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് തൽക്കാലം നമ്മൾ ഈ ഒരു മെറ്റീരിയലാണ് വേണമെന്ന് എഴുതുക. ഈ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കണ്ട മെറ്റീരിയൽ എന്നുള്ള ഇവിടെ ആഡ് ചെയ്യാനുള്ള സ്ഥലം ഒന്നെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഇടാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ആരോ കണ്ടോ, ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടേക്ക് വരും.
ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്കിവിടെ എന്തൊക്കെയാണ് ഈ ഓപ്ഷൻസിൽ കാണുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് തന്നെ സെക്ഷൻ സൈസ് എന്ന് കണ്ടോ. ഈ സെക്ഷൻ സൈസ് 15x15 കോഴ്സ് എന്നുള്ള ഓപ്ഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് വേണമെങ്കിൽ 7x7 ആക്കാം, ഒന്നുകൂടെ ചെറുതാവും. അപ്പോൾ മാക്സിമം വലിപ്പത്തിലാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ഈ ആരോ ക്ലിക്ക് ചെയ്യുക. അതിൽ 255x255 ഉണ്ട്. ഇതിൽ ഡിഫോൾട്ടായിട്ട് മാക്സിമം തരുന്നത് ഇത്രയാണ്. അപ്പോൾ നമുക്ക് ആ എൻഡ് കാണാത്ത അത്രയും ദൂരം വരെ ഇത് പരന്ന് നിൽക്കും, കാണാൻ പറ്റും. അതായത് റിയൽ ടൈമായിട്ട് കാണാൻ പറ്റും. നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്കൊരു 63x63 ഇടാം അല്ലേ? എന്നാലും ഏകദേശം അവിടെ വരെ കിട്ടും. പിന്നെന്താ, സെക്ഷൻ പെർ കോമ്പോണൻ്റ് എന്നുണ്ട്. അതെന്താ നോക്കാം അല്ലേ? അതും ഇതുപോലെ തന്നെ ആ എൻഡിലേക്ക് അങ്ങ് പിന്നെ എൻലാർജ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ 2x2 വേണ്ട, നമുക്ക് 1x1 മതി അല്ലേ? കൂടുതൽ സ്ഥലം കൊടുക്കുന്ന നമുക്ക് കൂടുതൽ റെൻഡർ ചെയ്യേണ്ട ആവശ്യം വരും. നമ്പർ ഓഫ് കോമ്പോണൻസ് ഉണ്ട് അവിടെ, അങ്ങോട്ടേക്ക് കയറുന്നത് കണ്ടോ, അങ്ങോട്ട് ദൂരേക്ക്. ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് 8 കിടക്കുന്നത്, നമുക്ക് 8 ഇട്ടിട്ട് പോകാം അല്ലേ? പിന്നെ ഓവറോൾ റെസൊല്യൂഷനൊക്കെ ആണ്. ഓവറോൾ റെസൊല്യൂഷൻ ഒന്നും കൂട്ടേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. നമുക്കിവിടെ 8 കൊടുക്കുമ്പോൾ താഴെ അതിനനുസരിച്ച് 505 എന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. ടോട്ടൽ കോമ്പോണൻറ്റ് 64. അത് നിൽക്കട്ടെ അല്ലേ? അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ആഡ് ചെയ്തു. ഇവിടെ നമുക്ക് ഇനി ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, ഫിൽ വേൾഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ട് എൻലാർജ് ചെയ്തിട്ട് പോയിട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് ഫില്ലായിട്ട് ഇവിടെ 500 കണ്ട സ്ഥലത്ത് 2017 വരെ വരികയാണ്. ഓക്കെ, നമുക്കത് വേണ്ടല്ലേ? നമുക്ക് 8 തന്നെ കൊടുത്ത് ഡിഫോൾട്ടായിട്ട് പോകാം. ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ റെൻഡർ ചെയ്യാൻ ബുദ്ധിമുട്ടായാൽ. ഓക്കെ, ഇതിൽ ക്രിയേറ്റ് കൊടുക്കാൻ പോവുകയാണ്. ക്രിയേറ്റ് കൊടുത്തു, കണ്ടോ നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ആയി. അപ്പോൾ നമുക്കിൻ്റെ കൂടെ ഒരു ബ്രഷിൻ്റെ ടൂളും കിട്ടുന്നുണ്ട്, ഇങ്ങനെ ഒരു ഏരിയയും കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ബ്രഷിൻ്റെ ടൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വലിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇതൊരു എന്താ പറയുക, ലാൻഡ്സ്കേപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള, അതായത് ടെറൈനൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. കണ്ടോ, പൊങ്ങി വരുന്നത് കണ്ടോ? ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് കൂട്ടട്ടെ, അവിടെ സ്ട്രെങ്ത്ത് കൂട്ടുക, അതുപോലെ ബ്രഷിൻ്റെ സൈസ് കൂട്ടുക, ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. വലിയൊരു മല പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതുക. ഓക്കെ അല്ലേ? നമുക്ക് വേണ്ട ഏരിയ കൂടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഒരു മല പോലെ ക്രിയേറ്റ് ചെയ്യും. നമുക്കിവിടെ ഒരു ചെറിയൊരു കുളം ഉണ്ടാക്കും അല്ലേ? കുളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ ഒരു മല, ചുറ്റുപാട് ഒരു മല ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഒരു കുളം ഉണ്ടായി വരും അല്ലേ? അങ്ങോട്ടേക്ക് അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് തൽക്കാലം നമ്മുടെ ഒരു വ്യൂ പോർട്ടിലുള്ള ഏരിയ മാത്രം ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവരാം. ഇനി ഇതിലൊരു കുഴി ഉണ്ടാക്കണം. എന്താ ചെയ്യുക, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക. എന്നിട്ട് വിൻഡോസിലും മാക്കിലൊക്കെ ഷിഫ്റ്റാണ് കേട്ടോ. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു കുഴി ഉണ്ടാവും. കണ്ടോ, ഒരു കുഴി ഉണ്ടാകുന്നത്. ഓക്കെ, ഇതൊരു കുളമാണെന്ന് സങ്കല്പിക്കുക അല്ലേ? ഇനി ഒന്ന് സ്മൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്മൂത്ത് ബട്ടൺ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വലിയ ഗർത്തം പോലെയൊക്കെ വരികയാണെങ്കിൽ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വല്ലാണ്ട് സ്മൂത്ത് ചെയ്യേണ്ട, ആ ഭംഗി പോകും. ഇനി എന്ത് ചെയ്യുക, ഇതിലേക്ക് നമുക്കൊരു വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്യണം അല്ലേ? വാട്ടർ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ലാൻഡ്സ്കേപ്പ് മോഡിൽ നിന്ന് നേരെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ മോഡിലേക്ക് തന്നെ പോകും. സെലക്ഷൻ മോഡിലേക്ക് വന്ന ശേഷം ഈ ഒരു ബട്ടണില്ലേ, നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇതിലാണോ നമുക്ക് ഷേപ്പൊക്കെ ആഡ് ചെയ്യാനുള്ളത്. ഇവിടെ ഒരു പ്ലെയിൻ ഷേപ്പ് ആഡ് ചെയ്യാം. പ്ലെയിൻ ഷേപ്പ് ആഡ് ചെയ്തിട്ട്, പ്ലെയിൻ ഷേപ്പ് എങ്ങനെ കിടക്കുന്നത്, ചെരിഞ്ഞാണല്ലേ? അതിൻ്റെ പ്രോപ്പർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്താ പ്രോപ്പർട്ടി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ എവിടെയോ റൊട്ടേഷൻ തിരിഞ്ഞ് കിടക്കുകയാണല്ലേ? അപ്പോൾ നമുക്കിവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ആൾ നേരെ നിന്നോളൂ. ഇതിന് വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്കെയിലിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ സ്കെയിലിംഗ് അഡ്ജസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്യാണ്. ഇനി എവിടെ വേണമെന്നുള്ളത് നോക്കാം. വളരെ ചെറുതായിട്ടാണല്ലേ വരുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണെന്ന് കറക്റ്റ് മനസ്സിലാവില്ല. അതാണ് 3D മോഡലിംഗ് പ്രത്യേകത. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഈ ഗ്രിഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടോ, ഈ മലയിൽ ആണ് നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് കിടക്കുന്നത്. ഇതാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്യുക, ഇവിടെ കൊണ്ടുവരിക. പിന്നെ എന്ത് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഏകദേശം അതിനെ നടുവിലെത്തിയിട്ടുണ്ടോ? അത് അവിടെയും നടുവിലാണ്, ഇവിടെയും നടുവിലാണ് അല്ലേ? ഇത് താഴേക്ക് വരണം, താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ ലെവലിലെത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പ്ലെയിൻ്റെ ലെവലിലെത്തിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂവിൽ നമുക്ക് ഈ ഒരു കാര്യം അത്ര കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, ഒന്നുകൂടെ നമ്മൾ മെയിൻ പെർസ്പെക്റ്റീവിലേക്ക് പോവുകയാണ്. അപ്പോൾ വളരെ ചെറുതായിട്ടാണ് കാണുന്നില്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്നും കൂട്ടാം. ഇപ്പോൾ ഇത് 1 ആണല്ലോ, നമുക്കൊരു 50 കൊടുത്തു നോക്കി എത്രത്തോളം വരുന്നുണ്ടെന്നുള്ളത് അല്ലേ? 50
50. താഴേക്ക് 50 കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ അല്ലേ നമുക്ക് കിട്ടണ്ടേ. ഓക്കെ, 50 പോരാ. അപ്പോൾ നമ്മൾ 100 കൊടുക്കുക അല്ലേ. 100 കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഫിറ്റായി. ഒരു വെള്ളം പോലെ, ഒരു കുളം പോലെ അങ്ങ് ഫിറ്റായി. മാക്സിമം മുകളിലോട്ട് കൊണ്ടുവെക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നത് അതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ. ഇപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് നീങ്ങണം. കുറച്ചുകൂടെ നീളം കൂട്ടണം അല്ലേ. അതെന്ത് ചെയ്യുക, ഈ ഒരു സ്കെയിൽ ബട്ടൺ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്കെയിൽ ചെയ്താൽ മതി. അവിടെ പോയി ടൈപ്പ് ചെയ്ത് വെക്കണമെന്നില്ല. നമ്മൾ ഇങ്ങനെ സ്കെയിൽ ചെയ്യാൻ എളുപ്പത്തിന് അതിനേതാ R എന്നുള്ള ബട്ടണാണ് കേട്ടോ ഷോർട്ട് കട്ട്. ഇനി വീണ്ടും W പ്രസ് ചെയ്യുക, എന്നിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇപ്പോൾ കണ്ടോ ഈ മലയിൽ ഒരു കുളം ഇവിടെയൊക്കെ ചാടിപ്പോയിട്ടില്ലേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ താഴ്ത്തി വെക്കാം, അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ വേണമെന്നാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വീണ്ടും സെക്ഷൻ മോഡിൽ നിന്ന് ലാൻഡ്സ്കേപ്പ് മോഡിൽ വരിക. ഒന്ന് ഇവിടെ അങ്ങ് പൊക്കി കൊടുക്കുക. ഈ വെള്ളത്തിൻ്റെ ഒരു പാർട്ട് ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ പോകണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ അതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും. വീണ്ടും സെലക്ഷൻ മോഡിൽ തന്നെ വരിക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, ഒന്ന് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ ഇപ്പോൾ കുളമായി. ഇനി കുളത്തിൽ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്യണം, എന്നാലേ ഇത് വെള്ളം പോലെ തോന്നുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ബ്രൗസർ എടുക്കുക. അതായത് ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടൻറ്റ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. അതിൽ നമുക്ക് ഈ ഇവിടെ വാട്ടറിന് ടൈപ്പ് ചെയ്ത് വെക്കുക. വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് ഓളിൽ വെക്കുക. എന്നിട്ട് വാട്ടറിന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരുപാട് വാട്ടർ കണ്ടൻറ്റുകൾ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ മെറ്റീരിയൽസും കിട്ടും. മെറ്റീരിയൽസ് ആണെങ്കിൽ എന്താ പറയുക, അത് മൂവ്മെൻ്റ് ഉള്ളതൊക്കെ ആയിരിക്കും കേട്ടോ. ഈ ഒരു വാട്ടർ മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ അതിന് മൂവ്മെൻറ്റ് ഉണ്ടാവും, അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഈ പച്ചയാണെങ്കിലോ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കാം അല്ലേ. ഈ പച്ചനൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടേക്കാണുണ്ട് അവിടേക്ക് ഡ്രോപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു പുഴയൊക്കെ പോലെ ഒറ്റ ദിശയിലേക്കാണല്ലേ എൻ്റെ ഒരു ഫ്ലോ വരുന്നത്. മാറ്റി പിടിച്ച് നോക്കാം. മറ്റേതിനൊന്ന് ഓണാക്കി നോക്കാം. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. കൊള്ളാം അല്ലേ. വെള്ളം പോലെ തന്നെ ഒരു റിയാലിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സൈഡിൽ കറക്റ്റ് ഒരു ബോർഡർ വരച്ച പോലെ അല്ലേ. വന്നിങ്ങനെ കടലിൻ്റെ വാട്ടറാണത്. ഒരു ബോർഡർ വരച്ച ഫീൽ അല്ലേ. ഓക്കെ, ഇത് നിശ്ചലമായി നിൽക്കുന്ന വാട്ടർ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇളക്കം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതാ അതിൻ്റെ ഒരു മുകളിൽ നിന്നുള്ളൊരു നിഴലൊക്കെ അതിലേക്ക് വരുന്നുണ്ട് അല്ലേ. ഒരു കണ്ടൻറ്റും കൂടെ ഉണ്ടല്ലോ, ഗ്രീന്, അതൊന്ന് ആഡ് ചെയ്തൊക്കെ അല്ലേ. ഇത് കുറച്ചും രസമുണ്ട്. ഈ ഒരു സർഫേസിന് പറ്റിയൊരു വെള്ളം. അപ്പോൾ അതിന് മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ, ചെറിയ ഇളക്കമുണ്ട്. സൂം ചെയ്ത് അടുത്തേക്ക് വെച്ച് നോക്കിയാൽ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് പക്ക അല്ലേ, പക്ക വാട്ടർ എഫക്റ്റ്. ഇങ്ങനെ സ്ഥലത്ത് ഇത്ര തെളിഞ്ഞ വെള്ളം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇങ്ങനത്തെ ഒരു കലങ്ങിയ വെള്ളം ഉണ്ടാകാനാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് അല്ലേ. രസമുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫീൽഡ് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇത്ര ഏരിയയിൽ കാണാം. നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ വാട്ടർ കണ്ടൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. എവിടുന്ന നമ്മുടെ എപ്പിക് ഗെയിമിൻ്റെ തന്നെ മാർക്കറ്റ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആസറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കാണിച്ചു അതിലിവിടെ കണ്ടോ ഫ്രീ എന്നുണ്ടോ, അവിടെ പെർമനൻ്റ്ലി ഫ്രീ കളക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഇതൊക്കെ ഉണ്ട് പെർമനൻ്റ്ലി ഫ്രീ കളക്ഷൻസ് ആണ് ഇതൊക്കെ. ഇതിൽ ഫോറസ്റ്റായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാട്ടറായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ വെറുതെ സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ. വാട്ടറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പിയർ ആവും. ആഹാ, അടിപൊളി വാട്ടറാണ്. പക്ഷേ അതിന് നമ്മൾ 3800, അതായത് 4000 രൂപേൻ്റെ അടുത്ത് നമ്മൾ പേ ചെയ്യണം ഇത് കിട്ടണമെങ്കിൽ അല്ലേ. കാണാനൊക്കെ കടലിൻ്റെ ഒക്കെ ആഹാ പക്ക സീൻ. പറ്റുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വാങ്ങിയിട്ട് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ ഒരുപാട് വാട്ടർ ഫ്രീ തന്നെ ഉണ്ടോ കേട്ടോ. ഫ്രീ പെർമനൻ്റ്ലി കളക്ഷനിൽ തന്നെ ഒരുപാട് വാട്ടർ കണ്ടൻറ്റുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും കാടോ ഫോറസ്റ്റിൽ വാട്ടറായിട്ട് കാണുന്ന സ്ഥലങ്ങളോ. ഓസ്ട്രേലിയ ഏതൊരു പാക്കിൽ വെള്ളം വരുന്നുണ്ടല്ലോ കണ്ടോ, പക്ക അല്ലേ. ഒന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്കൈ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു, ലാൻഡ് ക്രിയേറ്റ് ചെയ്തു, ഫോഗ് ക്രിയേറ്റ് ചെയ്തു, അങ്ങനെ കാര്യങ്ങളൊക്കെ ലൈറ്റുകളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. ഇത്രയൊക്കെ ചെയ്ത ശേഷം നമ്മൾ ഒരു ലാൻഡിന്, അതായത് ലാൻഡ്സ്കേപ്പിന് ചെറിയ ബെൻഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരു എന്താ പറയുക ചെറിയ ഹില്ല് പോലെ ചെറിയ മലകളും താഴ്വരകളൊക്കെ ഉണ്ടാക്കി അതിലൊരു കുളം പോലെ ഉണ്ടാക്കി കുളത്തിൽ വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്തു. ഇത്രയാണ് നമ്മൾ ചെയ്തത്. അതിന് മെറ്റീരിയൽസൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ചുറ്റിലും കുറച്ച് വെജിറ്റേഷൻ, അതായത് കാടൊക്കെ ചെയ്യണം, ഒരു ഗ്രീനറി സെറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.